ഡിയർ സ്റ്റുഡൻസ്, IT വിന്നർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ IT ടെക്സ്റ്റ് ബുക്കിലെ പോസ്റ്റർ ചിത്രങ്ങൾ എന്ന ഒന്നാമത്തെ പാഠത്തിലെ വീഡിയോകളാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ശ്രദ്ധിക്കാം. സ്ക്രീനിലേക്കൊന്ന് നോക്കുക. ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതുപോലൊരു പോസ്റ്ററാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. കുറേ ഫ്രൂട്ട്സിൻ്റെ ചിത്രം കാണാം, ബോട്ടിൽ കാണാം, കുറച്ച് ടെക്സ്റ്റുകളൊക്കെ കാണാം വ്യത്യസ്ത കളറിൽ അല്ലേ. ഇതുപോലൊരു പോസ്റ്റർ നമുക്ക് തയ്യാറാക്കണം. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ജിംബ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ജിംബ് സോഫ്റ്റ്വെയറിൻ്റെ മുഴുവൻ പേരൊക്കെ നിങ്ങൾക്ക് തിയറി എക്സാമിന് ചോദിക്കാം. എന്താണ് ജിംബ് സോഫ്റ്റ്വെയറിൻ്റെ മുഴുവൻ പേരും? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ടെക്സ്റ്റുകളൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. ഗ്നോ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ജിംബിൻ്റെ മുഴുവൻ പേരും. തിയറിക്ക് ടിക്കുള്ള ക്വസ്റ്റ്യൻസിലുണ്ടാവും കേട്ടോ. ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ടിക്കിടാൻ കഴിയണം. അപ്പോൾ ഇതിന് വേണ്ടി ജിംബ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്രിറ്റ സോഫ്റ്റ്വെയർ അല്ലേ. എന്തിനൊക്കെയായിരുന്നു അവ ഉപയോഗിച്ചിരുന്നത്? ചിത്രങ്ങൾ വരയ്ക്കാനും പോസ്റ്റർ നിർമ്മിക്കാനും ലോഗോ നിർമ്മാണത്തിനും കൊളേജ് നിർമ്മാണത്തിനൊക്കെ നമ്മൾ ക്രിറ്റ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരുന്നു. അതുപോലുള്ളൊരു സോഫ്റ്റ്വെയറാണ് ജിംബ് സോഫ്റ്റ്വെയർ. 9ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള ജിംബ് സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടാണ്. ചിത്രങ്ങൾ വരയ്ക്കാനും പോസ്റ്റർ നിർമ്മാണത്തിനും ലോഗോ നിർമ്മാണത്തിനും കൊളാഷ് നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന സ്വതന്ത്രമായൊരു സോഫ്റ്റ്വെയർ. അപ്പം നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യനായി തിയറിക്ക് അല്ലേ, സ്വതന്ത്രമായ സോഫ്റ്റ്വെയറിന് ഉദാഹരണം ചോദിക്കാം. ഒരു ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾക്ക് ജിംബ് ടിക്കിടാം അല്ലേ. 2 ഉദാഹരണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ക്രിറ്റ ജിംബ് അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ശ്രദ്ധിക്കാം. ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ ടൈപ്പ് ടു സെർച്ച് എന്നൊരു ഭാഗം കാണാം. അവിടെ സോഫ്റ്റ്വെയറിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ മുഴുവൻ പേരും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഫസ്റ്റത്തെ അക്ഷരം 1ാമത്തെ 2ാമത്തെ അക്ഷരം അടിച്ചാൽ തന്നെ നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണോ വേണ്ടത് അതിൻ്റെ ഐക്കൺ ഇതുപോലെ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടാവും. തിയറി എക്സാമിന് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം കേട്ടോ. പക്ഷേ തിയറി എക്സാമിന് ചോദിക്കുമ്പോൾ അതിൻ്റെ താഴെ ഇപ്പം നമ്മൾ പേരുകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് തിയറി എക്സാമിന് ആ പേരുകൾ കാണിച്ചില്ല, ചിത്രം മാത്രമേ കാണിച്ചു തരുള്ളൂ. അതിലേതാണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ടിക്ക് ഇടണം. ജിംബ് ഐക്കൺ ഇതാണ് ജിംബിൻ്റെ ഐക്കൺ. ഞാൻ ഓപ്പൺ ചെയ്തു. ശ്രദ്ധിക്കാം. ഇതാണ് മെനു ബാർ കേട്ടോ. ഈ സൈഡിൽ കാണുന്നതാണ് ടൂൾ ബാർ. ടൂൾ ബോക്സുകളൊക്കെ ഇവിടെ കാണാം. ക്രിറ്റ സോഫ്റ്റ്വെയറിൽ നമുക്ക് ടൂൾ ബോക്സുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ ഇവിടെയും കാണാം ടൂൾ ബോക്സുകളൊക്കെ. ഇതിൽ എല്ലാ ടൂളുകളും നമുക്ക് പ്രാക്ടിക്കലായിട്ട് വേണ്ട. കുറച്ച് ടൂളുകൾ മാത്രമേ പ്രാക്ടിക്കലായിട്ട് നമ്മളിവിടെ ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ എല്ലാ ടൂളിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. തിയറി എക്സാമിന് ഓരോ ടൂളിൻ്റെ ചിത്രം കാണിച്ചിട്ട് ഈ ടൂളിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അത് നമ്മൾ ഓരോ ടൂളും അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്കത് ശരിയായ ഉത്തരത്തിൽ ടിക്കിടാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു പേജ് നിർമ്മിക്കണം. പേജ് അല്ലെങ്കിൽ ക്യാൻവാസ്. പേജ് എന്ന് പറഞ്ഞാലും ക്യാൻവാസ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് വേണമെങ്കിൽ ഒരു നോട്ടും പെന്നും കയ്യിൽ വെക്കാം കേട്ടോ. സൈഡ് ഹെഡിങ് ഇട്ടും കൊണ്ട് നിങ്ങൾക്ക് എഴുതാം. സൈഡ് ഹെഡിങ് ഇട്ട് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾ ലാബിൽ പോയാൽ ആ നോട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ നന്നായിട്ട് ഉപകരിക്കും. ഞാനിവിടെ ഒരു പേജ് നിർമ്മിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് പേജ് അല്ലെങ്കിൽ പേജ് നിർമ്മിക്കുന്നതിന് സൈഡ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പോകുന്ന സ്റ്റെപ്പുകളൊക്കെ എഴുതിയേക്കാം കേട്ടോ. പേജ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഫയൽ ന്യൂ, അതിൻ്റെ ഷോർട്ട് കട്ടുണ്ട് കേട്ടോ. Ctrl+N. ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. ഷോർട്ട് കട്ട് Ctrl+N. ഒരു നിശ്ചിത വിഡ്ത്തും ഹൈറ്റും ചോദിക്കുന്നുണ്ട്.
ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് 400 600 പറഞ്ഞത്. പിന്നെ എക്സാമിന് നിങ്ങൾക്ക് 400 600 തന്നെ പറയണമെന്നില്ല. നമുക്ക് എക്സാമിന് ഫ്രൂട്ട്സും ബോട്ടിലും ടെക്സ്റ്റും എല്ലാം കൂടെ ചിലപ്പം വരില്ല. ചിലപ്പോൾ 1-2 കാര്യങ്ങൾ മാത്രം സിമ്പിൾ ചെയ്യാനാവും വരിക. വിഡ്ത്ത് ഹൈറ്റൊക്കെ കുറയ്ക്കാം. എക്സാമിന് ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണം. ഇപ്പം നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതുപോലെ തന്നെ ഞാൻ വിഡ്ത്ത് മാറ്റാം കേട്ടോ. 400 ആക്കി, 600 400 ആക്കാം. നമുക്ക് 600 ആക്കി, ഹൈറ്റ് 400 കേട്ടോ. ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇതാ ഇങ്ങനെയാണ് പേജ് നിർമ്മിച്ചത്. ഇനി നമുക്ക് ഈ പേജിന് ഒരു ബാക്ക്ഗ്രൗണ്ട് നൽകണം. സാധാ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഗ്രാഡിയൻ്റ് ആയിട്ട് നമ്മൾ നൽകണം. സാധാ ബാക്ക്ഗ്രൗണ്ട് അല്ല, ഗ്രാഡിയൻ്റോട് കൂടിയുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ നൽകേണ്ടത്. നമ്മൾ ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ പോസ്റ്ററിൽ, ഇതാ ഇതുപോലെ ഒരു എന്താ പറയുക നോക്കാതാ ഇങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് വരേണ്ടത്. ഒരു വൈറ്റും ബ്ലൂ ആയിട്ടുള്ള കേട്ടോ ബാക്ക്ഗ്രൗണ്ട് നൽകുന്നതിന്. അപ്പം അത് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്ക് ടൂൾ ബോക്സിൽ ഇങ്ങനെ മൗസ് പോയിൻ്റർ എത്തിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം ഗ്രാഡിയൻ്റ് ടൂള് കൊടുക്കേണ്ടത് എവിടെയാണെന്നൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാവില്ല. 2 മാർഗ്ഗങ്ങളുണ്ട്. ടൂൾ ബോക്സിൽ നിന്ന് എടുക്കാവുന്ന മാർഗ്ഗമുണ്ട്, പിന്നെ വേറൊരു മാർഗ്ഗം കൂടെ നമുക്കുണ്ട്. ടൂൾസിൽ എഴുതി വെച്ചോളണേ. ടൂൾസിൽ പെയിൻറ്റ് ടൂൾസിൽ കണ്ടല്ലോ, ടൂൾസിൽ പെയിൻറ്റ് ടൂൾസിൽ ഗ്രാഡിയൻ്റ് കാണാം. ചിലപ്പോൾ മക്കളെ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പെയിൻറ്റ് ബക്കറ്റ് കാണുന്നില്ല, ഗ്രാഡിയൻ്റ് കാണുന്നില്ല എന്നൊക്കെ പറയാം അല്ലേ. അപ്പം നമ്മൾ പോവേണ്ടത് ടൂൾ ബോക്സിൽ, നിങ്ങൾ ടൂൾ ബോക്സിൽ ഉണ്ടാവും. അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾ ടൂൾസിൽ പെയിൻറ്റ് ടൂൾസിലാണ് പോകുക. ഓർമ്മിച്ചോളൂ, ടൂൾസിൽ പെയിൻറ്റ് ടൂൾസിൽ ഗ്രാഡിയൻറ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൂൾ ബോക്സിലൊരു ബ്ലാക്ക് സ്ക്വയർ കാണാം അല്ലേ. അതിലൊന്ന് ബ്ലാക്ക് ചതുരത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇങ്ങനെ ഒരു ബോക്സാണ് നമുക്ക് വരിക. ഇതിന്ന് നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇതാ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഓക്കെ അടിച്ചാൽ കളർ കിട്ടില്ല. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു കളർ എടുത്തതിന് ശേഷം ഈ കളറാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ ഇതാ ഈ സ്ക്രീനിൽ കറൻറ്റിന്ന് എഴുതിയ ഭാഗത്ത് നമ്മളെ കളർ കാണണം. അപ്പോൾ ഈ കളറാണ് ഇപ്പോൾ ഞാനിടുക. ഈ കളർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ നിങ്ങൾ എടുക്കണം കേട്ടോ. ഇവിടെ ഒരു കളർ എടുത്തു, ഓക്കെ ക്ലിക്ക് ചെയ്തു. നമുക്ക് കളർ ഇങ്ങോട്ട് വന്നോ? ഇല്ല. നമ്മളിവിടെ ആദ്യം ഗ്രാഡിയൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഈ പേജ് അല്ലെങ്കിൽ ക്യാൻവാസിൽ വെച്ച് ക്ലിക്ക് ചെയ്തും കൊണ്ട് ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യാതെ ഡ്രാഗ് ചെയ്യരുത്, ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇതിന് ഗ്രാഡിയൻ കളർ നൽകി. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി, അതാണ്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്തു, ഗ്രാഡിയൻ കളർ നൽകി. 2 കളർ അല്ലേ, വൈറ്റും ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഇങ്ങനെ 2 കളർ നൽകി. ആ മാർഗ്ഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ടൂൾസിൽ പോയിട്ട് ഗ്രാഡിയൻ്റ് എടുത്തിട്ട് നമ്മൾ ഈ കളർ ഇവിടെ ബ്ലാക്ക് ചതുരത്തിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ കളർ എടുത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്തു. ക്ലിയർ ആയോ? ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു പിക്ചർ കൊണ്ടുവരണം. എന്തിൻ്റെ പിക്ചറായിരുന്നു? ഫ്രൂട്ടിൻ്റെ അല്ലേ. അത് കൊണ്ടുവരാൻ വേണ്ടി നെക്സ്റ്റ് സൈഡ് ഹെഡിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ചർ ഇൻസേർട്ട് എഴുതാം അല്ലേ. പിക്ചർ കൊണ്ടുവരുന്നതിന് ശ്രദ്ധിക്കുക, പിക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മാർഗം ഫയൽ, ശ്രദ്ധിക്കണേ, ഫയൽ ഓപ്പൺ ക്ലിക്ക് ചെയ്താൽ ഫയൽ ഓപ്പൺ ക്ലിക്ക്, ഹോമിൽ ഞാൻ ഹോമിൽ ക്ലിക്ക് ചെയ്തു കേട്ടോ, നോക്കണേ ഹോമിൽ. ഇനി സ്കൂൾ റിസോഴ്സസ് അല്ലേ, സ്കൂൾ _റിസോഴ്സസ്. ഇതിൽ ഒരു ക്ലിക്ക് പോരാ, ഡബിൾ ക്ലിക്ക് അടിക്കുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. സ്കൂൾ റിസോഴ്സസിൽ ഫയൽ ഓപ്പൺ സ്കൂൾ റിസോഴ്സസ്. ക്ലാസ് 9ലും ഒന്നുകിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പണിലേക്ക് പോവുക, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് അടിച്ചു കൊടുക്കുക. ക്ലാസ് 9
നമുക്ക് എന്തിൻ്റെ ചിത്രമാണോ വേണ്ടത് പരീക്ഷയ്ക്ക്, ചിലപ്പം ഫ്രൂട്ട്സിൻ്റെ ചിത്രമാവില്ല, എന്ത് ചിത്രമാണോ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തന്നിട്ട് അതുപോലെ തയ്യാറാക്കാനൊക്കെ ആവും ചിലപ്പം പറയാം. നമുക്ക് ഇപ്പോൾ ഇവിടെ വേണ്ടത് ഫ്രൂട്ട്സിൻ്റെ ചിത്രമാണ്. fruits.png അല്ലേ, ആ ചിത്രം ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ക്ലിക്ക് ചെയ്തു. നമ്മളെ ചിത്രം ഇവിടെ വന്നു കഴിഞ്ഞു, കണ്ടില്ലേ? ഈ ചിത്രത്തിനെ നമ്മൾ ഉണ്ടാക്കിയ പേജിലേക്ക് നമുക്ക് എത്തിക്കണം. ആ പേജിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചിത്രത്തിനെ നമ്മൾ ഉണ്ടാക്കിയ പേജിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടി നമ്മളിവിടെ ആദ്യം ഒരു ടൂള് സെലക്ട് ചെയ്യണം. ആ ടൂളിൻ്റെ പേര് ടൂൾ ബോക്സിലേക്ക് ഒന്ന് നോക്കുക. അതാ ബിസി സെലക്ട് ടൂളാണ് വേണ്ടത്. ആ ടൂൾ എഴുതി വെക്കണം കേട്ടോ മക്കളെ, നല്ലോണം ശ്രദ്ധിക്കുക, എഴുതി വെക്കണം. ബിസി സെലക്ട് ടൂളിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു, അതിൽ ക്ലിക്ക് ചെയ്തു അല്ലേ. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതിൽ ക്ലിക്ക് ചെയ്യാം. നല്ലോണം ശ്രദ്ധിക്കുക, ഇവിടെ ത്രെഷോൾഡ് കാണാം താഴെ, അതിൻ്റെ അളവ് നമ്മൾ മാറ്റി കൊടുക്കണം. തൽക്കാലം നമുക്കൊരു 75 ആക്കി കൊടുക്കാം. ഇനി 75 അതിൽ ടൈപ്പ് ചെയ്താലും മതി. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകണമെന്നില്ല, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കുറയ്ക്കാനുള്ള മാർഗ്ഗം ഇതാണ്. ഇനി ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് ടൈപ്പും ചെയ്യാം കേട്ടോ. എത്രയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മായ്ച്ചിട്ട് ടൈപ്പ് ചെയ്യാനുള്ള മാർഗ്ഗതാ. അപ്പം ഞാനതിനെ മായ്ച്ചു കൊടുത്തിട്ടോ. ഇതാ 75 വേണ്ടെങ്കിൽ 75 അവിടെ ക്ലിക്ക് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഒരു മോർ ബട്ടൺ കാണാം, താഴെ മുകളിലും, കൂട്ടാൻ മുകളിൽ, കുറയ്ക്കാൻ താഴെ. ഞാനിപ്പോൾ 75 ആക്കി കൊടുത്തു കേട്ടോ. 75 ആക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മനസ്സിലാവണ്ടല്ലോ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനൊരു സെലക്ഷൻ വന്നിട്ടുണ്ടാവും, ശ്രദ്ധിക്കണേ. ഇതാ അപ്പോൾ ഇതിനൊരു സെലക്ഷൻ വന്നിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു, സെലക്ഷൻ വന്നിട്ടില്ലേ? ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കീബോർഡിലെ ഡെലിറ്റ് കീ പ്രസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കീബോർഡിലൊരു ഡെലിറ്റ് കീ ഉണ്ടാവും, പ്രസ് ചെയ്യാം. അപ്പോൾ അത് ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് മാറി. ആ ബാക്ക്ഗ്രൗണ്ട് മാറി. ഇനി നമുക്കിതിനെ നമ്മൾ ഉണ്ടാക്കിയ പേജിലേക്ക് എത്തിക്കണം. ഈ പേജിൽ എത്തിക്കണം. നമ്മളിവിടെ ആദ്യം ഒരു പേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഈ പേജിലേക്ക് എത്തിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിനെ സെലക്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യാം, നൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി പോവേണ്ടത് ശ്രദ്ധിക്കാം. എഴുതിച്ചോളെ, എഡിറ്റിൽ കോപ്പി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നമ്മളെ പേജിൽ ക്ലിക്ക് ചെയ്യാം. ഈ സൈഡിൽ നമ്മളെ പേജ് കാണാം, ആ പേജിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യണം. നമ്മൾ ചിമ്പിൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ലെയർ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യണം. എന്തിനു വേണ്ടിയാണ് ആ ലെയർ ഉണ്ടാക്കുന്നത്? നമ്മൾ ചിമ്പിൽ എല്ലാ കാര്യങ്ങളും പിക്ചർ കൊണ്ടുവന്ന് ബാക്ക്ഗ്രൗണ്ട് മാറ്റി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പം നമുക്ക് അവസാനം ചെയ്യുന്നത് തെറ്റിപ്പോയെങ്കിൽ നമുക്കത് ലെയർ ഉണ്ടാക്കാതെ ചെയ്താൽ നമുക്ക് മൊത്തം ക്ലോസ് ചെയ്യേണ്ടി വരും. അതെല്ലാം നമ്മൾ ലെയർ ഉണ്ടാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെയാണോ തെറ്റ് പറ്റിയത് അത് തിരുത്താനുള്ള മാർഗ്ഗമുണ്ട് അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഉണ്ടാക്കിയ പിക്ചറിൽ എഡിറ്റിൽ കോപ്പി എടുത്ത് നമ്മൾ പേജിൽ ക്ലിക്ക് ചെയ്തു. ഇനി എഡിറ്റിൽ ഇട്ട നോക്കണേ, ഇവിടെ പേസ്റ്റ് കാണാം, അവിടെയെല്ലാം നിങ്ങൾ പോവേണ്ടത് പേസ്റ്റ് ആസ് ന്യൂ ലെയർ, കണ്ടോ? അപ്പോൾ ചിത്രം നമുക്ക് പേജിന് മൊത്തമായിട്ടാണ് വന്നത്. ആ ചിത്രത്തിനെ നമുക്ക് ചെറുതാക്കണം. ആ ചിത്രത്തിനെ നമുക്ക് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽ ടൂളാണ് പോവേണ്ടത്. സ്കെയിൽ ടൂളിന് ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ മക്കളെ. സ്കെയിൽ ടൂളിന് അതിൻ്റെ ഒരു ഷോർട്ട് കട്ടും കാണാം നിങ്ങൾക്ക്. സ്കെയിൽ ടൂളിന് ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞത് കീബോർഡ് ബേസ് ചെയ്യേണ്ടതാണ്. ഷിഫ്റ്റ്, കീബോർഡിലൊരു ഷിഫ്റ്റ് കീ കാണാം, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എസ് അമർത്തുക. എന്താണ്? ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എസ് അമർത്തുക. അപ്പോൾ സ്കെയിൽ ടൂൾ ഇവിടെ കാണാം. കീബോർഡ് ടൂൾ ബോക്സിൽ നമുക്ക് സ്കെയിൽ ടൂൾ കാണാം. അതിൻ്റെ ഷോർട്ട് കട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചത്. രണ്ട് രീതിയിലെടുക്കാം. ടൂൾ ബോക്സിൽ ഇങ്ങനെ മൗസ് പോയിൻ്റർ സ്കെയിൽ ടൂളിൻ്റെ പേര് കാണിച്ചു തരും, അല്ലെങ്കിൽ കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എസ് അമർത്തുക. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ നമുക്ക് ആവശ്യമായ വിഡ്ത്തും ഹൈറ്റും മാറ്റി കൊടുക്കണം അല്ലേ. അപ്പോൾ ഞാനിവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 500ഉം 329 പറഞ്ഞത്. അപ്പോൾ ഞാൻ വിഡ്ത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തതിനെ ഒന്ന് മായ്ച്ചിട്ട് 500 ആക്കി കൊടുത്ത്. എത്രയാണ്? 500.
പിന്നെ ഹൈറ്റ് ഒന്ന് മാറ്റിയിട്ട് 329 എന്നാക്കി. 329. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ പറയണത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെയാണ്. വിഡ്ത്തും ഹൈറ്റും സ്കെയിലിൽ മാറ്റിയിട്ട് നമ്മൾ എന്ത് വേണം, സ്കെയിലിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ. അപ്പോൾ ആ ചിത്രം ഒരു സൈഡിൽ വന്നിരിക്കണതാണ് കാണുന്നത്. അതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ വേറൊരു ടൂൾ ഉപയോഗിക്കാം, മൂവ് ടൂള്. എന്താണ്, സ്ഥാനം മാറ്റാനൊക്കെ ഉപയോഗിക്കുന്ന ടൂളാണ് മൂവ് ടൂള്. ഫസ്റ്റത്തെ ടൂൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ പിടിച്ചതാ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. കണ്ടില്ലേ, നമുക്ക് ചിത്രത്തിനൊന്ന് ഇങ്ങോട്ട് നിർത്താം, കാരണം നമുക്ക് 2 ബോട്ടിലൊക്കെ വരാണ്ടിനി. അപ്പം ഞാനിവിടെ കൊണ്ടുവച്ചു. ക്ലിയർ ആയോ? ചിത്രം എടുത്ത് കോപ്പി പേസ്റ്റ് ക്ലിയർ ആയി ഉണ്ടാവും അല്ലേ. അപ്പോൾ ചിത്രത്തിന് നമ്മൾ അവിടെ കൊണ്ടുവച്ചു അല്ലേ. ഇനി നമുക്ക് ചിത്രത്തിന് അവിടെ ഇത് ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടണമെങ്കിൽ കേട്ടോ, ഇതിനെ എന്താ പറയുക, ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടണമെങ്കിൽ നമുക്ക് ഒരു മാർഗമുണ്ട്. ക്ലിയർ ആയിരിക്കണം, ഒന്നുകൂടെ ക്ലിയർ ആവണമെങ്കിൽ ഒരു മാർഗമുണ്ട്. കളേഴ്സിൽ പോവാം. അതിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും കളേഴ്സിലെ ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റ്. കണ്ടില്ലേ, ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കാണാം, നമുക്കൊന്ന് നോക്കി നോക്കുക. ഇത് ബ്രൈറ്റ്നെസ് ഒന്ന് നമ്മളിവിടെ കൂട്ടാനും കുറയ്ക്കാനുള്ള മാർഗം ഉണ്ട് കേട്ടതാ. മോർബട്ടം കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഇങ്ങോട്ടാക്കി. കണ്ടോ, ഇങ്ങോട്ടാക്കുന്നതിനനുസരിച്ച് എന്താണ് ഇനി നമ്മളിങ്ങനെ ഇത്ര മതിയായിരിക്കും. ഇത് ഞാൻ മുന്നോട്ട് ഈ കുറയ്ക്കുന്നതനുസരിച്ച് കണ്ടില്ലേ, 64 ആയപ്പോൾ അതിൻ്റെ കളർ മങ്ങിയതുണ്ടല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ ആക്കിയതാ, കുറച്ചുണ്ടല്ലോ ബ്രൈറ്റ്നെസ് ഒക്കെ കുറച്ചുണ്ടല്ലോ. ഇങ്ങനെ കൂട്ടാനും കുറയ്ക്കാനുള്ള മാർഗമുണ്ട്, നല്ലോണം മനസ്സിലാക്കുക. ഇതിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ കളേഴ്സിലാണ് പോകേണ്ടത്. ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റിൽ പോയാൽ ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇവിടെയാണ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ കൊടുത്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേറൊരു പിക്ചർ കൊണ്ടുവരാം. ബോട്ടിലിൻ്റെ പിക്ചർ കണ്ടില്ലേ നിങ്ങൾ, നമ്മളെ പോസ്റ്ററിൽ ബോട്ടിലിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടാവും. ഇതാ നോക്കുക, ഇതാ ഇതിലേക്ക് നമുക്ക് ഈ 2 ബോട്ടിൽ വരണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത പിക്ചർ കൊണ്ടുവരാനും നമ്മൾ ഇതേ മാർഗം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഫയലിൽ എവിടെയാണ് പോവുക, ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഹോമിൽ സ്കൂൾ റിസോഴ്സിൽ ക്ലാസ് 9 ഇവിടെ കാണാം bottle.png ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വന്നാൽ നമ്മൾ കീപ്പിൽ ക്ലിക്ക് ചെയ്യാം. ബോട്ടിൽ മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ വന്നു, മാംഗോ ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ബോട്ടിലിനെ മാത്രം നമ്മൾ ഉണ്ടാക്കിയ പോസ്റ്ററിൽ കൊണ്ടുവയ്ക്കണം. നമുക്ക് ആ ബോട്ടിലിനെ മാത്രം നമ്മൾ ഇതിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്നൊരു ടൂളാണ് ഉപയോഗിക്കുന്നത്. ടൂളിൻ്റെ പേര് എഴുതിയിരിക്കണേ, പാത്ത് ടൂളിൽ ക്ലിക്ക് ചെയ്യാം. പാത്ത് ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ ഇവിടെ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ബോട്ടിൽ മാത്രം സെലക്ട് ചെയ്ത് പോകും. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ആ ക്ലിക്ക് ചെയ്യുന്ന ഭാഗം മാത്രമേ നമുക്കിങ്ങനെ കിട്ടുള്ളൂ. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകണം കേട്ടോ. ഇതാ ഞാൻ സ്പീഡിൽ ചെയ്തിട്ട് കുറച്ച് അരികൊക്കെ പോണ പോലെ ഉണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ മക്കളേതാ. ഇനി ചെറുതായിട്ട് തെറ്റൊന്നുണ്ടെങ്കിൽ നിങ്ങളെ പരീക്ഷിക്കാൻ മാർക്കൊന്നും പോകില്ല. അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇതാ കുപ്പീൻ്റെ ആകൃതിയൊക്കെ കൂടെ മാറി വരുന്നുണ്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ആ ക്ലിക്ക് ചെയ്യണ ഭാഗം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ കുപ്പി മാത്രം നമ്മളിങ്ങനെ ചെയ്ത് കൊണ്ടുവരണം. ഇനി കുറച്ചൊക്കെ പോയിണ്ടെച്ച് സാരല്ല കേട്ടോ. ഈ ടൂൾ ഏത് ടൂളാണെന്നുള്ളത് നല്ലോണം മനസ്സിലാക്കിക്കണം. നിങ്ങളെ നോട്ട് ബുക്കിൽ എഴുതി വെച്ചോളുക. ക്ലിയർ ആവണം. ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് കാണുക. അന്നേരം നിങ്ങൾക്ക് എഴുതിയെടുക്കാമല്ലോ കേട്ടോ. പിന്നെ നമ്മൾ എവിടെയാണോ തുടങ്ങിയത് ഇത് ഡ്രാഗ് ചെയ്തിങ്ങനെ പോകട്ടോ. എന്നിട്ട് എവിടെയാണോ തുടങ്ങിയത് അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കീബോർഡിലെ കൺട്രോൾ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. കീബോർഡിലെ കൺട്രോൾ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അത്രയും നമ്മൾ ചെയ്തു അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണാം സെലക്ഷൻ ഫ്രം പാത്ത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ എങ്ങോട്ട് പോകേണ്ടത്, എഡിറ്റിൽ കോപ്പി లేదా എവിടെ എത്തണം, നമ്മളെ പേജിലെത്തണം. എഡിറ്റിൽ കോപ്പി ക്ലിക്ക് ചെയ്തു. ഇനി
നമ്മളെ പേജ് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇവിടേക്ക് പേസ്റ്റായിട്ട് വരണം അല്ലേ? അപ്പം ലെയർ കൂടെ വരണം. ഓരോന്നിനും ഓരോ ലെയറിലൂടെയാണ് നമുക്ക് വരേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഡിറ്റ് തന്നെ പോവാം. പേസ്റ്റിലല്ല, പേസ്റ്റാസ് ന്യൂ ലെയർ. എവിടെയാണ് പോകേണ്ടത്? പേസ്റ്റാസ് ന്യൂ ലെയർ. അപ്പം നമ്മളെ ബോട്ടിൽ ഇവിടെ വന്നിക്കണ്ടേ. സ്ഥാനം മാറ്റാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ഇതാ മൂവ് ടൂൾ എടുത്തിട്ട് ഞാൻ ഇതിനെവിടെ കൊണ്ടുവച്ച് ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? സ്കെയിൽ ചെയ്ത് ചെറുതാക്കണം അല്ലേ? അതിന് വേണ്ടി ഷോർട്ട് കട്ട് ടീച്ചർ പറഞ്ഞില്ല നേരത്തെ, Shift+S അല്ലെങ്കിൽ ടൂൾ ബോക്സിൽ നിന്ന് സ്കെയിൽ ടൂൾ എടുക്കുക. സ്കെയിൽ ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്തു അല്ലേ? ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് കൊടുക്കുക. ഒരു കുപ്പി ഏകദേശം എത്ര വേണം നോക്കുക. വിടുത്ത് കുറയ്ക്കുക. അതാ ഇങ്ങനെ ഈ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. വിടുത്ത് ഹൈറ്റൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കുക. മതിയെന്ന് തോന്നിയാൽ സ്കെയിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ കുപ്പി എവിടെയാണോ വരേണ്ടത് അവിടെ നിർത്തിക്കുക. ഇനി നമുക്ക് വേറൊരു കുപ്പിയും കൂടെ വേണ്ടേ അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ ലെയറിൽ നമ്മൾ പേസ്റ്റഡ് ലെയർ ഇതാ ഈ ലെയറിനെ നമ്മൾ ബോട്ടിൽ എന്ന പേര് കൊടുക്കുക. ക്ലിക്ക് ചെയ്യാം. ഇതാ അതിനെ മായ്ച്ചിട്ട് അവിടെ ബോട്ടിൽ എന്ന് ടൈപ്പ് ചെയ്യുക. ബോട്ടിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. നമ്മൾ ചിത്രം പോയ രീതിയിൽ തന്നെ എടുക്കുക കേട്ടോ. പക്ഷേ ഇവിടെ ബോട്ടിൽ നിന്ന് അടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. നമ്മൾ ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റൈറ്റ് ബട്ടൺ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കാണാം. ഡിലീറ്റ് ലെയർ കൊടുത്തോ വരുത്, ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. അപ്പോൾ അവിടെ സാധാരണയായിട്ട് വരേണ്ടതാണ്. നമുക്ക് നോക്കാം. മൂവ് ടൂൾ എടുത്തിട്ട് നമ്മൾ ഇതാ ഇനി ഇതിനെ ഒന്ന് ചെറുതാക്കണം അല്ലേ? ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. അപ്പം നമുക്ക് വീണ്ടും ഇതിനെ സ്കെയിൽ ടൂളിലേക്ക് പോവാം. ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യാം. ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഒരനക്കം ചെറുതാക്കുക. മറ്റേ കുപ്പീൻ്റെ അത്രയും വേണ്ട. അപ്പോൾ ഒന്ന് ചെറുതാക്കുക. അത്രയും മതി അല്ലേ? എന്നിട്ട് സ്കെയിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ ക്രമമായിട്ട് വെക്കുക. ക്ലിയർ ആയോ മക്കളെ? ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നൊക്കെ. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൽ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യണം. ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി രണ്ട് മാർഗമുണ്ട്. ഒന്ന് നമുക്ക് ടൂൾസിൽ പോയിട്ട് എഴുതിച്ചോളണേ. ടൂൾസിൽ പോയിട്ട് ടെക്സ്റ്റ് ടൂൾ കാണാം. അല്ലാതുള്ള മാർഗം എന്താണെന്ന് നോക്കാം. നമ്മളെ ടൂൾ ബോക്സിൽ തന്നെ കാണാം. ടൂൾ ബോക്സിൽ എ എന്നതാണ് ഇതിൻ്റെ ടെക്സ്റ്റ് ടൂള്. എയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. എയിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ താഴോട്ട് കുറച്ച് സംഭവങ്ങൾ കാണാം. ഇങ്ങോട്ട് നോക്കുക. ഇവിടെ നമ്മൾ കളർ മാറ്റി കൊടുക്കുക. നമുക്ക് എന്തൊക്കെ വെള്ള കളറിലാണ് വരേണ്ടത് അല്ലേ? എന്തൊക്കെ കളറാണ് എന്താണോ വരേണ്ടത് ഇവിടെ കളറൊന്ന് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കളർ വെള്ള കളറാണെങ്കിൽ വെള്ള കളറാക്കി കൊടുക്കുക. ഓക്കെ. നമുക്ക് സൈസ് ഇതാ 62 63 എത്രയാണോ എക്സാമിന് എത്രയാണോ പറഞ്ഞാൽ അത്ര ആക്കി കൊടുക്കുക കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഫോണ്ട്, അതായത് ഫോണ്ട് എങ്ങനെയുള്ള രൂപം വേണം അല്ലേ? ഫോണ്ട് മാറ്റി കൊടുക്കാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇതിന് ബോൾഡ്, ഒരു സെർഫ് ബോൾഡ് കൊടുത്തു കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ വേണ്ട മാറ്റങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊടുക്കുക. വീണ്ടും ടെക്സ്റ്റ് ടൂൾ തന്നെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ടെക്സ്റ്റ് ടൂൾ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് പേജിൽ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഫ്രൂട്ട് ഫെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഫ്രൂട്ട് ഫെസ്റ്റ് ടൈപ്പ് ചെയ്യാം. പുറത്തേച്ച് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സ്ഥാനം കുറച്ചുകൂടെ ഒന്ന് മാറ്റി കൊടുക്കണമെങ്കിലൊക്കെ നമുക്കിങ്ങനെ എവിടേക്കാണ് വേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കാം. മനസ്സിലായോ മക്കളെ? ഞാനിത് 2 പാർട്ടായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഒറ്റ പാർട്ട് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് മുഴുവനായിട്ടും എടുക്കാം. പക്ഷെ നിങ്ങൾ ഇത്രയും ആക്കി മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും ക്ലിയർ ആക്കിയിട്ട് അടുത്ത പാർട്ട് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കാം. ഇനി നമ്മൾ അടുത്ത പാർട്ടിൽ നമുക്ക് ഇത്രയും ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യാൻ കഴിയണം. അതിനു വേണ്ടി നമുക്കിതിനെ സേവ് ചെയ്ത് വെക്കണം. സേവ് ചെയ്യുന്നതിന് എഴുതി വെച്ചോളൂ കേട്ടോ. എക്സാമിന് സേവ് ചെയ്യുന്ന രീതി വേറെ രീതിയിലാണ്. എക്സാമിൻ്റെ മുന്നേയായിട്ട് ഞാനത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരൂ കേട്ടോ. ഫയൽ സേവ് ക്ലിക്ക് ചെയ്യുക. ഹോമിൽ സ്റ്റുഡൻസ് വർക്ക്സ് 9
സ്റ്റുഡൻസ് വർക്ക്സ് 9 ഡബിൾ ക്ലിക്ക് അടി. ഇതിൽ ഓപ്പൺ കാണൂല കേട്ടോ, സേവ് ചെയ്യാനാണ്. അപ്പോൾ സ്റ്റുഡൻസ് വർക്ക്സ് 9 ഡബിൾ ക്ലിക്ക് അടിക്കുക. നമ്മളെ ക്ലാസ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗം ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ക്ലാസ് 9A എന്നൊരു ഫോൾഡർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടി ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ക്രിയേറ്റ് ഫോൾഡർ. ക്രിയേറ്റ് ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ 9A എന്ന് ഇവിടെ ഉള്ളതുകൊണ്ട് മായ്ച്ചു കൊടുക്കുക. 9A എന്ന് ടൈപ്പ് ചെയ്തു. 9A താഴെ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ 9A കേട്ടോ. ഇവിടെ ഒരു .xcf കണ്ടില്ലേ നിങ്ങൾ? എന്താണ് ഈ .xcf? ജിംബ് സോഫ്റ്റ്വെയറിൻ്റെ ഫയൽ ഫോർമാറ്റാണ് .xcf, സ്മോൾ ലെറ്ററിൽ കേട്ടോ. അപ്പോൾ എന്താണ് ജിംബ് സോഫ്റ്റ്വെയറിൻ്റെ ഫയൽ ഫോർമാറ്റ്? .xcf. ഇത് നിങ്ങൾക്ക് തിയറി എക്സാമിന് ചോദിക്കും കേട്ടോ. എന്താണ് .xcf? ജിംബ് സോഫ്റ്റ്വെയറിൻ്റെ ഫയൽ ഫോർമാറ്റ്. അപ്പോൾ ഞാനിവിടെ മായ്ച്ചിട്ട് ഇതിനെ മായ്ച്ചു കൊടുക്കാം. .xcf അവിടെ നിന്നോട്ടെ, ബാക്കിയുള്ളത് നമ്മൾ മായ്ച്ചു കൊടുക്കാം. ആ മായ്ച്ചിട്ട് ഞാനൊരു പോസ്റ്റർ എന്നാണ് അടിക്കാൻ പോണത്. ശ്രദ്ധിക്കാം, പോസ്റ്റർ. നമ്മളിവിടെ നിർമ്മിച്ചെന്താ? PO പോസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്തു. .xcf അവിടെ ഉണ്ടാവും കേട്ടോ. സേവ് ക്ലിക്ക് ചെയ്തു. ഇതിപ്പോൾ ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച പാഠത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് ജിംബ് സോഫ്റ്റ്വെയർ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എന്തിനൊക്കെയാണ് ജിംബ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് എന്ന്. ജിംബ് സോഫ്റ്റ്വെയർ എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിനെങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളർ നൽകാം അല്ലേ? ബാക്ക്ഗ്രൗണ്ട് ഗ്രാഡിയൻ കളറാണ് നമ്മൾ നൽകേണ്ടത്. അതെങ്ങനെ നൽകാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അതിലേക്ക് എങ്ങനെ പിക്ചർ കൊണ്ടുവരാം, പിക്ചറിനെ എങ്ങനെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യാം, വേറൊരു പിക്ചറിനെ കൊണ്ടുവന്നിട്ട് നമ്മളതിനെ ആ പിക്ചറിനെ മാത്രം, ഒരു പിക്ചർ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനെ മാത്രം എടുത്തിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പഠിച്ചു അല്ലേ? അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പഠിച്ചു, ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാൻ പഠിച്ചു, സേവ് ചെയ്യാൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ മക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? മനസ്സിലായോ? നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് കമൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒക്കെ. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കണത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാക്കി പാർട്ടുമായി അടുത്ത ക്ലാസ്സിൽ എത്താം. ഓക്കെ, ബൈ.